ഇറാന് മേലെ ഉയർന്നു നിൽക്കുന്ന യുദ്ധഭീതിയുടെ കാർമേഘം ഇനിയും ഒഴിഞ്ഞിട്ടില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഏതു നിമിഷവും സജ്ജമെന്നും ഞങ്ങൾ സൈനികാക്രമണത്തിലേക്ക് കടക്കാൻ മടിക്കില്ല എന്നുമൊക്കെ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവർ വ്യക്തത നൽകുന്നില്ലെങ്കിലും യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകാം എന്ന സൂചന നിരന്തരമായി നൽകുകയാണ്. ചർച്ചയെങ്കിൽ ചർച്ച, യുദ്ധമെങ്കിൽ യുദ്ധമെന്നതാണ് ഈ കാര്യത്തിൽ ഇറാന്റെ നിലപാട്. ഞങ്ങൾക്ക് നിങ്ങളുടെ ബേസുകളെല്ലാം ആക്രമിക്കേണ്ടി വരും എന്ന ഭീഷണി ഇപ്പോഴും ഇറാൻ നിലനിർത്തുകയും ചെയ്യുകയാണ്. ഒരു മേഖലാ യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്ന സംഘർഷം രൂപപ്പെടുമോ ഇറാൻ US തർക്കത്തിന്റെ കാര്യത്തിൽ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. യുദ്ധം ഒരു നിലയ്ക്കും ഉണ്ടാവരുത് എന്ന സമ്മർദ്ദവുമായി ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമവായത്തിന്റെ സാധ്യത തേടുമെന്ന് ഖത്തർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ യുദ്ധത്തിലേക്ക് കടക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? അവിടെ വധശിക്ഷകൾ നിർത്തിവെക്കുന്നതായി ഇറാൻ ഭരണകൂടം അറിയിച്ചു എന്നാണ്, അല്ലെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് ട്രംപ് ഏറ്റവും അവസാനം നൽകിയിട്ടുള്ള അപ്ഡേറ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല, ഇറാൻ ഭരണകൂടം പിന്നോട്ട് പോവുകയാണ് എന്നതാണ് അമേരിക്ക പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇറാനിലെ സംഘർഷം വ്യാപിക്കുകയാണ്. 12,000-ഓളം ആളുകളെങ്കിലും കൊല്ലപ്പെട്ടുവെന്ന് വിദേശ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നു. 2,000 പേരെ മരിച്ചിട്ടുള്ളൂ എന്നാണ് സർക്കാരിന്റെ കണക്ക്. അവിടെ എക്സിക്യൂഷൻസ് വലിയ തോതിൽ നടക്കുന്നത് ആക്ഷേപം പുറത്തുനിന്ന് മനുഷ്യാവകാശ സംഘടനകളും മറ്റുമൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം 26 വയസ്സുള്ള പ്രക്ഷോഭകരുടെ എക്സിക്യൂഷൻ പ്രഖ്യാപിച്ചത് ഇറാൻ ഭരണകൂടം നീട്ടിവെച്ചിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഇറാൻ ക്രൈസിസിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ആദ്യം അവസാനിക്കുന്നത് അവിടുത്തെ പ്രക്ഷോഭമായിരിക്കുമോ അതോ ഇസ്ലാമിക് റെജീമായിരിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് എല്ലാവരും.